ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് തന്നെയുള്ള മെസ്സേജ് തന്നെയാണോ എന്നറിയാനുള്ള സൂചനകളും ഇതിലുണ്ട്. ഓക്കെ, ഏരീസ്. ആദ്യത്തെ സൂചന ഏരീസ് ആണ്. നിങ്ങളോ അവരോ ഏരീസ് എന്ന സോഡിയക് സൈനിൽ ജനിച്ചവരായിരിക്കാം. ഓഗസ്റ്റ്. നിങ്ങൾക്കോ അവർക്കോ ഓഗസ്റ്റ് എന്ന മാസമായി എന്തൊക്കെയോ കാര്യമായ ബന്ധമുണ്ട്. ഐ ഡോണ്ട് കെയർ. എന്തോ ഒരു കാര്യം അവരത് കെയർ ചെയ്യുന്നേയില്ല എന്നാണ് പറയുന്നത്. ക്യാൻസർ. നിങ്ങളുടെയോ അവരുടെയോ സോഡിയക് സൈൻ ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരുടെങ്കിലും സോഡിയക് സൈൻ ക്യാൻസർ ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് വഴിയെ നോക്കാം. സ്കോർപ്പിയോ. അപ്പോൾ സ്കോർപ്പിയോ, ഏരീസ് വന്നു, സ്കോർപ്പിയോ വന്നു, പിന്നെ ക്യാൻസർ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. എർത്ത് സൈൻ. അപ്പോൾ എർത്ത് സൈനും വന്നു. അപ്പോൾ വാട്ടർ സൈനും വന്നു, എർത്ത് സൈനും വന്നു, ഫയർ സൈനും വന്നു. ജൂൺ. അപ്പോൾ ജൂൺ ആ മാസവും വന്നിട്ടുണ്ട്. മേ ബി എന്തോ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അത് മേ ബി എന്നൊരു ഉത്തരമാണ് ലഭിച്ചിരിക്കുന്നത്. മൂണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രനെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് അവരെയോ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ കുറെ ഇൻഡ്യൂഷൻസ് വരുന്നും ഉണ്ടായിരിക്കാം. ഈ മൂൺ എന്ന് പറഞ്ഞ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറയും. GPY ഈ ലെറ്റേഴ്സ് നിങ്ങളുടെയോ അവരുടെയോ പേരിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോ ഈ ലെറ്റേഴ്സ് ഉണ്ടായാലും മതി കേട്ടോ, അങ്ങനെയായാലും മതി. സജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇത് വന്നു, സൂചനകൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. നേച്ചർ ലവർ. പ്രകൃതി സ്നേഹികളായിരിക്കും നിങ്ങളോ അവരോ. ജസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അവർ കൊടുക്കുന്ന ഒരു ഡെഫിനീഷൻ ആയിരിക്കാം ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതായിരിക്കാം ജസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞതുമായിരിക്കാം. FOX ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്. നിങ്ങളുടെ പേരിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.